ഹലാല ഉദ്ദേശം പൂർത്തിയാകാൻ 1000 റുപ്യ അല്ലേ? അൽഹംദുലില്ലാ. 2 സ്ത്രീകള്. പെണ്ണുങ്ങൾക്ക് ഈമാൻ കൂടുണ്ട്. ഈ ഉമ്മമാർക്ക് തേമാണോ ചോക്കി? ഒരു 1555 റുപ്യക്ക് ചോദിച്ചോക്കി. ഏതെങ്കിലും ഉമ്മമാര് ഒരുപാട് സ്ത്രീകൾ മുനീർ വാക്കവി തേമ കൊടുത്താൽ വാങ്ങാത്ത പെണ്ണുങ്ങളില്ല, ആണുങ്ങളും ഇല്ല. വരി അൽഹംദുലില്ലാ. നമ്മളെ മോറ് കണ്ടാലൊരു ഈമാനുള്ള ആളാണ്. എന്താ പേര്? മുഹമ്മദ്. നിങ്ങള് സ്വർഗത്തിലാണതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വർഗമാണോ നരകമാണോ? സ്വർഗം. അതന്നെ എല്ലാവരും അതാ പറയാ. ചെറിയ കുട്ടികളും പറയുന്നത് സ്വർഗം മതി. മുഹമ്മദ് എന്ന് പേരിട്ടോ സ്വർഗത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, തേൻകുപ്പി വെച്ചുകൊണ്ട് സ്വർഗം വേണോ നരകം വേണോ എന്ന് ചോദിക്കുന്ന ഒരു മതപുരോഹിതൻ്റെ ചൂഷണം ചെയ്യുന്ന വർഗത്തിൻ്റെ വലിയ നേതാവാണ് മുനീർ ബാക്കവി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടത്. ഇപ്പോൾ ഈ ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാൻ 1000 രൂപ. എന്നിട്ട് മൂപ്പര ഒരു കമൻറ്റ് എന്ത്, പെണ്ണുങ്ങൾക്ക് ഈമാൻ കൂടുന്നുണ്ട് എന്ന്. അപ്പോൾ കാരണം വെച്ചാൽ ഈ സ്ത്രീകളെ വെച്ചിട്ടാണ് ഇവർ ഈ ചൂഷണത്തിന് ഇരകളാക്കുന്നത്. അവരെ പുകഴ്ത്തി പറയണം എങ്കിലാണല്ലോ ഈ കമ്മലും മാലയൊക്കെ ബക്കറ്റിലേക്ക് വരുള്ളൂ. ഈ പാതിരാവായലുകാരാണ് ഇവരൊക്കെ സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ കെട്ടുകഥകളും തൊപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവരുടെ കുറേ കള്ളക്കറാമത്തുകൾ, കുറേ വ്യാജ ഔലിയാക്കന്മാർ, കുളിക്കാത്ത നനയ്ക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഇവരെ മധുഹൊക്കാണ്ട് പറഞ്ഞു കൊടുക്കും. രാത്രി വിളിച്ചെടുത്തിട്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റൂല, സ്ത്രീകളെ പള്ളിയിലേക്ക് വിട്ട് അവിടെ ഫിത്തനയാണ്. ഇവരെ ഈ പൂരപ്പറമ്പിലേക്ക്, നേർച്ച പറമ്പിലേക്ക് വയലുയാക്കാനൊക്കെ പെണ്ണുങ്ങൾ തീർച്ചയായിട്ടും വരണം. അത് പോകൽ നിർബന്ധമാണ്. പോയേ മതിയാകൂ, അല്ലെങ്കിൽ പൈസ കിട്ടൂലല്ലോ. ഇപ്പം നിങ്ങൾ നോക്ക്, ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാൻ 1000 റുപ്യ ഒരു സ്ത്രീ കൊടുത്ത്, അപ്പോൾ പെണ്ണുങ്ങൾക്കാണ് ഈമാൻ കൂടുന്നുണ്ട് എന്നൊരു കമൻറ്റ് പറയാം. എന്നിട്ട് പിന്നെ 1585 റുപ്യയുടെ തേൻകുപ്പി. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു മുഹമ്മദ് എന്ന് പേരുള്ള ഒരു സാധുവാണ് അതിന് ഇരയായത്. അപ്പോൾ സ്വർഗം വേണോ നരകം വേണോ, മുഹമ്മദ് എന്ന് പേരുള്ളവരൊക്കെ സ്വർഗത്തിലാണെന്ന് തട്ടിവിടുക ഈ പുരോഹിതൻ. അപ്പം ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന വർഗ്ഗമാണ് ഇവരൊക്കെ. ഹലാലായ ഉദ്ദേശം സഫലീകരിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാനും അത് മാറാനും ഒക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ലാ മാനി അലിമ അഴ്ത്തയിത്ത വല മുഅ്തി അലിമ മനകത്ത. അള്ളാഹു തരാൻ തീരുമാനിച്ച ഒരു കാര്യം അത് തടയാൻ പറ്റൂല. അത് മുസ്ലിയാക്കന്മാരെ കൊണ്ടും പറ്റൂല, തങ്ങന്മാരെ കൊണ്ടും പറ്റൂല. ഇവർ പറയുന്ന കുളിക്കാത്ത നനയ്ക്കാത്ത നിസ്കരിക്കാത്ത നോമ്പെടുക്കാത്ത ഔലിയാക്കന്മാരുണ്ടല്ലോ, ജദിബിൻ്റെ ഹാലിൽ നടക്കുന്ന, പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പയൊക്കെ പറയുന്ന കുറേ വർഗ്ഗമുണ്ട്. അവരൊക്കെ ഔലിയാക്കന്മാരായിട്ട് അവർ കൂട്ടുക. എന്തെങ്കിലുമൊക്കെ വേണം, അല്പം മാനസികമൊക്കെ ഉണ്ടെങ്കിലാണ് ഇവരെ ഔലിയായിന് ദർജ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ഔലിയാക്കന്മാരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഇവർ പിന്നെ പഠിപ്പിക്കും. അപ്പോൾ അതിന് നമ്മുടെ സഹോദരിമാരാണ് അതിന് ഇരകളാക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ സഹോദരിമാരൊക്കെ ഈ മൻസിലും അബ്ബാസിൽ പോലെയുള്ള സാധനം ഏറ്റിപ്പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഒരു കാര്യം തരാൻ തീരുമാനിച്ചാൽ തടയാൻ കഴിയില്ല. തരൂല എന്ന് പറഞ്ഞാൽ ഈ തേൻകുപ്പി അല്ല, ഇനി ഇതിൻ്റെ അപ്പുറം മേടിച്ച് നിങ്ങൾ മിണുങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. അല്ല തരൂല, ഇവർക്ക് വാങ്ങി തരാനും കഴിയില്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. റബ്ബ് ഒരു കാര്യം തരില്ല എന്ന് പറഞ്ഞാൽ അത് വാങ്ങിത്തരാൻ ആരെക്കൊണ്ടും പറ്റൂല. തരാൻ തീരുമാനിച്ചതോ തടയാൻ പറ്റൂല. അപ്പം തരൂല എന്ന് പറഞ്ഞത് തേൻകുപ്പി കൊണ്ടൊന്നും നമുക്ക് റബ്ബിനെ കൊണ്ട് വാങ്ങിത്തരാൻ കഴിയില്ല. തേൻകുപ്പി മേടിച്ചിട്ട് മുസ്ലിയാക്കന്മാർക്ക് പൈസയും കൊടുത്ത് ഇവർ പറയുന്ന ചൂതാട്ടം കേട്ടിട്ട്, ഇവർ പറഞ്ഞ കള്ളക്കഥയും കേട്ടിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ പുരോഹിത വർഗത്തിൻ്റെ കയ്യിൽ നിന്ന് തേൻകുപ്പി മേടിച്ച കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടൂല. റബ്ബിനോട് പ്രാർത്ഥിക്കലല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയാലല്ലാതെ നമ്മൾ രക്ഷപ്പെടൂല. അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ആരും നിരാശപ്പെടേണ്ട. അത് കൃത്യമായി ഖുർആൻ പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. മൻസിൽ മഫാസിൽ പോലെയുള്ള കുറേ പിന്നെ ക്ഷുദ്രകൃതികളുണ്ട്. അതിലാണെങ്കിലോ പിന്നെ വിസ അല്ലാതെ ഗൾഫിലേക്ക് പോകാൻ, പാസ്പോർട്ടില്ലാതെ യാത്ര ചെയ്യാൻ, അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആ സാധനത്തിലുണ്ട്. ആ മൻസിലും മഫാസിലും ഞാൻ എത്ര വീടാ പൊളിച്ചു കളഞ്ഞെന്നറിയോ. എന്നിട്ട് മുസ്ലിം സമുദായത്തിലെ ആൾക്കാരൊക്കെ നടക്കുകയാണ് കാഞ്ഞിരക്കുറ്റി, വെള്ളരിക്ക, കോഴിമുട്ട, പട്ടും തപ്പിയിട്ട്. എന്തിനാണ്? ഇതേ ഒഴിയാനും തല ഒഴിയാനും 35 ദിവസം കാഞ്ഞിരത്തിൻ്റെ വിറകിട്ട് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാനും ഇതൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ കെട്ടുകഥകളാണ് ഈ പാതിര വയലുകാർ കുറേ കറാമത്തേക്ക് തള്ളി കൊടുക്കും. ഇന്നൊരു സാധുക്കളായ സഹോദരിമാർ അതിൽ ചെന്ന് പെടും.
അത് പെടുന്ന സഹോദരിമാർക്ക് ഫാത്തിമ എന്നോ ആയിഷ എന്നോ ഹഫ്സ എന്നോ സൗദ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ഇമാം കൂടും. പിന്നെ ആ പേര് വെച്ചിട്ടാ കളി. ഇപ്പോൾ ഈ 1585 ഉറുപ്പ്യക്ക് തേൻ വാങ്ങാൻ വന്ന ആൾ മുഹമ്മദാണ്. അത് മുഹമ്മദ് ആയതുകൊണ്ട് മുഹമ്മദ് എന്ന പേരുള്ള ഒരു മുഴുവൻ സ്വർഗത്തിലാണ് എന്ന് വരുത്തി കൂട്ടി. അല്ല, ആ സമയത്ത് പറ്റാത്ത പേരുകളൊക്കെ വന്നാൽ അവർ ആകെ പിന്നെ ബേജാറാവും. കാരണം പോയെത്താൻ പറ്റൂലല്ലോ. വല്ല ചേക്കുട്ടി, പോക്കുട്ടി, പോക്കര് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ പിന്നെ പോയെത്താൻ പറ്റൂല. ഈ പ്രവാചകന്റെ ഭാര്യമാര്, സലഫു സ്വാലിഹീങ്ങളുടെ പേരുകൾ, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ പേരുകളൊക്കെ വരുമ്പോൾ ഇവർക്കത് മുതൽക്കൂട്ടാണ്. വരുന്നവരുടെ പേര് മുഹമ്മദ് എന്നാണ്, ഇബ്രാഹിം ആണെന്ന് പറഞ്ഞാൽ അതും അങ്ങോട്ട് പിടിക്കും. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരങ്ങോട്ട് പറഞ്ഞിട്ട് പ്രവാചകന്റെ ആ മധുഹൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് മുട്ടിക്കും. ഇബ്രാഹിം നബിയുടെ പേരാണ്, ഇബ്രാഹിം എന്നാണെങ്കിലോ ആ പേരുമ പിടിച്ച് തൂങ്ങി അങ്ങനെ വെക്കും. മൂസയാണെങ്കിലോ മൂസ നബിയുടെ ആദ്യമ പിടിച്ച് തൂങ്ങും. ഇങ്ങനെ ഓരോ കഴിഞ്ഞ് പ്രവാചകന്മാരുടെ പേര് കിട്ടിയില്ലെങ്കിൽ ഇവരെ വല്ല കള്ളാവടിയാക്കന്മാർക്ക് അവരെ പേരിലേക്ക് വരാൻ അങ്ങനെ ചാർത്തി കൊടുക്കും. ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന പുരോഹിതന്റെ വീഡിയോ എടുപ്പുകൾ കണ്ടത്. അപ്പോൾ ഇതാണ് ഇവർ ചൂഷണം ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാരെ, നിങ്ങൾ അള്ളാഹിൻ്റെ ദീനിലേക്ക് മടങ്ങണം. ഖുർആൻ പഠിപ്പിച്ച പോലെ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗത്തിലൂടെ ജീവിക്കുക. ഈ പറയുന്ന ചൂതാട്ടത്തിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട. നിങ്ങൾ തേങ്കുപ്പി മേടിച്ച് ഇയാൾ ചങ്ങായിയുടെ തേങ്കുപ്പി മേടിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. തേങ്കുപ്പി മേടിച്ചാൽ രക്ഷപ്പെടൂല, ഇനി വാങ്ങാതിരുന്നാലും രക്ഷപ്പെടൂല. ആയില്ലേ? അപ്പം തേങ്കുപ്പി അല്ല നിദാനം, അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഇനി ഒരാൾ അതാണ് നമ്മൾ ഈ ഇരയാക്കപ്പെടുന്നത് നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ അവർക്കാണ് ഉത്ബോധനം കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ വരെ ചൂതാട്ടമാണെന്ന് മനസ്സിലാക്കി ഈ വക കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്നിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു കൃത്യമായ ഇഖ്ലാസോട് കൂടി, ഇഹ്തിസാബോട് കൂടി നല്ല നല്ല ആരാധനകളൊക്കെ കൃത്യമായി നിർവഹിച്ച് ഇസ്ലാമിന് നിർബന്ധമായ കർമ്മങ്ങൾ പിന്നെ അത് ചെയ്ത് പരമാവധി സുന്നത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചര്യ മുറുകെ പിടിച്ച് അങ്ങനെ പരിശുദ്ധ ഖുർആനുമായിട്ട് അടുത്ത് ഖുർആനൊക്കെ ഓതി റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അല്ല തേങ്കുപ്പിയായിട്ടും നടന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.